ഏവർക്കും മൈ വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാ ഫുട്ബോൾ പ്രേമികളും ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ 2026 വേൾഡ് കപ്പാണ് നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടിരുന്നത് ഓരോ ഗ്രൂപ്പിൽ നിന്നും സെക്കൻഡ് റൗണ്ടിലേക്ക് ഏതൊക്കെ ടീമുകൾ പ്രവേശിക്കും, ഏതൊക്കെ ടീമുകൾ പുറത്തു പോവും എന്നുള്ളതായിരുന്നു. അതിൻ്റെ ആദ്യത്തെ 4 ഗ്രൂപ്പുകളുടെ വീഡിയോ പാർട്ട് 1 ആയിട്ടും പിന്നത്തെ രണ്ടാമത്തെ 4 ഗ്രൂപ്പുകളുടെ വീഡിയോ അഥവാ ഗ്രൂപ്പ് ഇ മുതൽ ഗ്രൂപ്പ് എച്ച് വരെയുള്ള വീഡിയോ പാർട്ട് 2 ആയിട്ടും നമ്മൾ വിശകലനം നടത്തി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ അവസാന പാർട്ടാണ്. അഥവാ ഗ്രൂപ്പ് ഐ മുതൽ ഗ്രൂപ്പ് എൽ വരെയുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് ആരൊക്കെ സെക്കൻഡ് റൗണ്ടിലേക്ക് പ്രവേശിക്കും, ആരൊക്കെ പുറത്തു പോകും എന്നുള്ളതാണ്. ഇതിൽ ഗ്രൂപ്പ് ഐ പരിശോധിക്കുകയാണെങ്കിൽ ഫ്രാൻസ്, സെനഗൽ, ഇറാഖ്, നോർവേ എന്നീ ടീമുകൾ ഉൾക്കൊള്ളുന്നതാണ് ഗ്രൂപ്പ് ഐ. ഈ ടീമുകളുടെ അവസാന മത്സരങ്ങൾ എടുത്തു നോക്കുമ്പോൾ സെക്കൻഡ് റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത് ഫ്രാൻസ്, സെനഗൽ ടീമുകളാണ്. മികച്ച 3-ാം സ്ഥാനക്കാരായി നോർവേയും സെക്കൻഡ് റൗണ്ടിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. ഇറാഖ് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തു പോവാനാണ് കൂടുതൽ സാധ്യത. ഇനി ഗ്രൂപ്പ് ജെ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ അർജൻറ്റീന, അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ എന്നീ ടീമുകൾ അടങ്ങുന്നതാണ്. ഈ ടീമുകളുടെ അവസാന മത്സരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കാൻ കൂടുതൽ സാധ്യത അർജൻറ്റീനയും ഓസ്ട്രിയയുമാണ്. മികച്ച 3-ാം സ്ഥാനക്കാരായി അൾജീരിയയും ഗ്രൂപ്പിൽ നിന്ന് കടക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ജോർദാൻ ഫസ്റ്റ് റൗണ്ട് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തു പോവാനും സാധ്യത കൽപ്പിക്കുന്നു. ഇനി ഗ്രൂപ്പ് കെ പരിശോധിക്കുകയാണെങ്കിൽ പോർച്ചുഗൽ, കോങ്കോ, ഉസ്ബെക്കിസ്ഥാൻ, കൊളംബിയ എന്നീ ടീമുകൾ അടങ്ങിയതാണ് ഗ്രൂപ്പ് കെ. ഈ ടീമുകളുടെ അവസാന മത്സരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കാൻ കൂടുതൽ സാധ്യതയുള്ളത് പോർച്ചുഗൽ, കൊളംബിയ ടീമുകൾക്കാണ്. മികച്ച 3-ാം സ്ഥാനക്കാരായി കോങ്കോയും ഉസ്ബെക്കിസ്ഥാനും തുല്യശക്തികളായതിനാൽ ആര് 3-ാം സ്ഥാനക്കാരായി സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ഇനി ഗ്രൂപ്പ് എൽ പരിശോധിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട്, ക്രൊയേഷ്യ, ഗാന, പനാമ എന്നീ ടീമുകൾ ഉൾക്കൊള്ളുന്നതാണ്. ഈ ടീമുകളുടെ അവസാന മത്സരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സെക്കൻഡ് റൗണ്ടിലേക്ക് കയറാൻ കൂടുതൽ സാധ്യത ഇംഗ്ലണ്ട്, ക്രൊയേഷ്യ ടീമുകൾക്കാണ്. മികച്ച 3-ാം സ്ഥാനക്കാരായി ഗാനയും സെക്കൻഡ് റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. പനാമ ആയിരിക്കും ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുള്ള ടീം. ലോകകപ്പ് ഗ്രൂപ്പ് വിശകലനം ഇവിടെ 3 പാർട്ടുകളായി ചെയ്തു. ഈ ഭാഗത്തോടു കൂടി അത് അവസാനിക്കുകയാണ്. അതിനാൽ വേൾഡ് കപ്പുമായും മറ്റു സ്പോർട്സുമായും ബന്ധപ്പെട്ട വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.